നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് കളിക്കാനിറങ്ങുന്നു. ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പ് വിജയിച്ചതിന് ശേഷമുള്ള ആദ്യ മത്സരമാണ് സാന്റിയാഗോ ബെർണാബുവിൽ ഇറങ്ങുന്നത് എന്നതുകൊണ്ട് ഇന്ന് ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പ് ആരാധകർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുമെന്നും ലോകത്തെ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വിനി ജൂനിയർ ഫിഫയുടെ ആ ബെസ്റ്റ് പുരസ്കാരം ആരാധകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുമെന്നും ഒക്കെയാണ് ഇപ്പോൾ മാഡ്രിഡിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ. 2024 റയലിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും നല്ലതായിരുന്നു എന്ന് പറയണം. കാരണം 5 കിരീടങ്ങളാണ് അവർ ഈ 2024 മാത്രം നേടിയിട്ടുള്ളത്. സൂപ്പർ കപ്പിൽ തുടങ്ങിയതാണ്, പിന്നെ ലീഗ് കിരീടം ചൂടി, യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടി, യുവേഫ സൂപ്പർ കപ്പ് ചൂടി, ദെൻ ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പും അവർ സ്വന്തമാക്കി. അങ്ങനെ 5 കിരീടങ്ങൾ. സ്പാനിഷ് സൂപ്പർ കപ്പിൽ തുടങ്ങി അങ്ങോട്ട് ജനുവരിയിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്ന തരത്തിൽ 5 കിരീടങ്ങൾ അവർ സ്വന്തമാക്കി. എന്നിട്ടും പക്ഷേ ആഞ്ചലോട്ടി പറയുന്നു ഇതൊരു ഇൻക്രെഡിബിൾ ഇയറാണ് നേരിട്ട ഡിഫിക്കൽട്ടീസ് വെച്ച് പറയുമ്പോൾ എന്ന്. 5 കിരീടങ്ങൾ നേടിയെങ്കിലും ഇത് ബുദ്ധിമുട്ടേറിയ വർഷമായിരുന്നു എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. 2025 കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് സെവിയക്കെതിരെ നടക്കുന്ന മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. 2024 കുറിച്ച് ചോദിച്ചാൽ ആൻ ഔട്ട്സ്റ്റാൻഡിങ് ഇയർ കൺസിഡറിങ് ദി ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ്, നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഇയർ തന്നെയായിരുന്നു. ഡിസ്പൈറ്റ് എവറിത്തിങ്, ഇങ്ങനെയുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അവസാനം ഞങ്ങൾ 5 കിരീടങ്ങൾ ചൂടി. അടുത്ത വർഷത്തേക്കുള്ള ഒബ്ജക്റ്റീവും സെയിമാണ്, കോമ്പീറ്റ്, ഫൈറ്റ് ആൻഡ് വിൻ ദി ചാമ്പ്യൻസ് ലീഗ് അഗെയിൻ. അതാണ് റയലിനെ വ്യത്യസ്തപ്പെടുത്തുന്നത്. അടുത്ത വർഷത്തേക്കും വെക്കുന്ന ടാർഗറ്റ് അതാണ്, കോമ്പീറ്റ് ചെയ്യുക, ഫൈറ്റ് ചെയ്യുക, വിജയിക്കുക, അടുത്ത തവണത്തെ UCL നേടുക എന്ന്. UCL ഇപ്പോൾ അത്ര ശുഭകരമായിട്ടുള്ള അവസ്ഥയിലല്ല, എങ്കിൽ പോലും പ്ലേ ഓഫ് എങ്കിലും പിടിച്ച് ഒരു റൗണ്ട് ഓഫ് 16 എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എത്തിയാൽ പിന്നെ റയലിനെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത് UCL ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.